എന്ത് ഓണം മാലോകരെ! പൂക്കളങ്ങളുടെ നിറവും ചെണ്ടമേളത്തിന്റെ താളവും ഓണസദ്യയുടെ രുചിയും പോലെ ജയകേസരി ദിനപത്രവും ജയകേസരി ന്യൂസ് ചാനലും ജയകേസരി ഓൺലൈനുമില്ലാതെ കേരളക്കരയിൽ എന്തോണം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോ തന്നെ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജയകേസരി ന്യൂസിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. തലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തി മുഖ്യമന്ത്രി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സായുധ സേനാ വിഭാഗങ്ങൾ, NCC, സ്കൗട്ട്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് ചടങ്ങിനിടെ പുഷ്പവൃഷ്ടിയും നടന്നു. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സഹിഷ്ണുത, കരുണ, മതേതരത്വം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിച്ച് പുതിയ കേരളത്തിനായി ഒരുമിച്ച് മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടന്നു. വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മേയർ വി. രാജേഷ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. BJP കൗൺസിലർമാരും വന്ദേ മാതരം ആലാപനത്തിൽ പങ്കുചേർന്നു. കോർപ്പറേഷൻ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ മുന്നോട്ടു പോകുകയാണെന്നും രാജ്യത്തിന്റെ പുതിയ മുന്നേറ്റത്തിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മേയർ പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് സെയിൽസ് മാനേജേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൂജപ്പുര മഹിളാ മന്ദിരം ആശാഭവനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയശ്രീ പതാക ഉയർത്തി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സതീഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VS ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഔദ്യോഗിക വസതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിജയകുമാരൻ ദേശീയ പതാക ഉയർത്തി ചടങ്ങിന് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗം സഹിച്ച ധീരദേശാഭിമാനികളെ ആദരപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രതിജ്ഞാബദ്ധരായി മുന്നേറാനുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടന്നു. നിയമസഭാ സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വാച്ച് ആൻഡ് വാർഡ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്പീക്കർ സ്വീകരിച്ചു. ഇതിനു പിന്നാലെ നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, KR നാരായണൻ എന്നിവരുടെ പ്രതിമകളിൽ സ്പീക്കർ പുഷ്പാർച്ചനയും നടത്തി. നിയമസഭാ ജീവനക്കാർ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തുടർന്ന് വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും നിയമസഭാ ജീവനക്കാരുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ഷാജി C. ബേബി, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി K. മോഹൻകുമാർ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CMAT കേരളയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചടങ്ങിൽ CMAT കേരള ഡയറക്ടർ R. അരുൺകുമാർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. CMAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുൾഫിക്കർ S. ചടങ്ങിൽ പങ്കെടുത്ത് CMAT കേരള ജീവനക്കാർക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. മെഗാ ഓണം മിറാക്കിൾസ് എക്സ്പോ ആൻഡ് കാർണിവലിന് തുടക്കം.
തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും തിരുവനന്തപുരം കലാ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ആനയറ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന മെഗാ ഓണം മിറാക്കിൾസ് എക്സ്പോ ആൻഡ് കാർണിവലിന് തുടക്കമായി. ലുലു മാളിന് സമീപത്തെ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി PR പ്രവീൺ, കേരളീയം സെക്രട്ടറി ലാലു ജോസഫ്, കൌൺസിലർമാരായ ജയ രാജീവ്, അശ്വതി, മുൻ കൌൺസിലർ D അനിൽകുമാർ, രാജീവ് ആർ, പ്രസ് ക്ലബ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശങ്കര സുബ്രഹ്മണി, A ജയമോഹൻ, RK കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അനന്തപുരിയിൽ ആദ്യമായി ഒരുക്കുന്ന വിസ്മയോത്സവത്തിൽ ദുബായ് മിറാക്കിൾ ഗാർഡൻ, പക്ഷികളുടെ ഏവിയറി, മെർമെയ്ഡ് ഷോ, ഗോസ്റ്റ് ഹൌസ്, അമ്യൂസ്മെന്റ് റൈഡുകൾ എന്നിവയ്ക്കൊപ്പം വിപുലമായ ഓണം മെഗാ പ്രദർശന വിപണനമേള, മലബാർ ഭക്ഷ്യമേള, ഓട്ടോമൊബൈൽ എക്സ്പോ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിവിധ വിനോദ വാണിജ്യ പരിപാടികളാണ് കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ വൈവിധ്യവും വിനോദവും പകർന്ന തരത്തിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 6 വരെയാണ് മെഗാ ഓണം മിറാക്കിൾസ് എക്സ്പോ ആൻഡ് കാർണിവൽ 2026 സംഘടിപ്പിക്കുന്നത്. ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. ഓണാവധി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ പ്രവേശനമുണ്ട്. സദ്യവട്ടത്തിന് സ്വാദേകാനിനി ശ്രീ മഹാദേവ പപ്പടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വാദിഷ്ടം. ശ്രീ മഹാദേവ പപ്പടമില്ലാതെ ഇനി എന്ത് സദ്യ? ഓർഡർ ചെയ്യുക ഇപ്പോൾ തന്നെ.